പിന്നെ വേറൊരു ചോദ്യം ഉണ്ട് ബസിൽ സാർ. അതായത് ഇപ്പോൾ ഇന്റർനെറ്റിൽ ഭയങ്കര സെൻസേഷനായ 2 ലൈൻസ് ഉണ്ട്, അതായത് 2 സെൻറ്റൻസ് ഉണ്ട്. അതിലൊരു സെൻറ്റൻസ് അതാണ് ഹൗ മെനി ജെൻഡേഴ്സ് ആർ ദർ, എത്ര ജെൻഡറുകൾ ഉണ്ട്. നമ്മളിപ്പോൾ നമുക്കറിയാം, നമ്മൾ പറയും LGBT അത്രയല്ലല്ലോ ഉള്ളത്. ഞാൻ പഠിത്ത കാലത്ത് ചെക്ക് ചെയ്തപ്പോൾ അതിനൊരു എൻഡ്ലെസ് ആണ്, ഞാൻ വായിച്ചിട്ട് തീരില്ല. പിന്നെ എന്താ പറയാ, അത് പി എസ് മോർഗൻ ഷോയിൽ പി എസ് മോർഗൻ ചോദിക്കുന്നുണ്ട്, പിന്നെ ഹൗ മെനി ജെൻഡേഴ്സ് ആർ ദർ, ഇവർക്ക് പറയാൻ കഴിയുന്നില്ല. ആദ്യത് 60-something ആയിരുന്നു, ആദ്യം 3 ആയിരുന്നു, പിന്നെ അത് ഇങ്ങനെ കൂടി 60 ഒക്കെ ആയി. ഇപ്പൊ ഞാൻ അവസാനത്തെ കണക്ക് ഏകദേശം 148-150 ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അത്രയും ജെൻഡറുകൾ ഉണ്ട് എന്നല്ല. പക്ഷെ ഇതിൽ വേറൊരു വിഷയം കൂടി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ LGBT എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്താണെന്ന് വെച്ചാൽ LGBTQIA+, ഓട്ടിസം നമ്മൾ വേണം, ബ്ലൈൻഡ് ആഡ് ചെയ്യണം എന്നാണ്. എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നല്ല പറയാ LGBTQIA പിന്നെ BA എന്ന് നമ്മൾ പറയും, എന്ന് വെച്ചാൽ ബ്ലൈൻഡ് ഓട്ടിസം. പക്ഷെ അത് പിന്നെ ഒരു ചോയ്സ് അല്ലല്ലോ. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്ന് വെച്ചാൽ ഓട്ടിസം ബാധിച്ച കുട്ടികളെ അവരെ ചേർത്ത് പിടിക്കണം എന്നുള്ള കാര്യത്തിൽ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ബ്ലൈൻഡ് ആയ ആളുകൾ, ഇന്റർസെക്സിന്റെ വിഷയം. അപ്പൊ ഇതില് സംഭവിക്കുന്ന വെച്ചാൽ ഇവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്പെക്ട്രത്തിൽ പരമാവധി ആളുകൾ ഇങ്ങനെ ആഡ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, നമ്മളൊന്ന് പറയണേ, ഞാൻ എന്നോട് ചോദിക്കാണ് LGBTQIA+ന്റെ കൂടെ ഉണ്ടോ? അപ്പൊ ഞാൻ പറയണേ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്ലൈൻഡുകളുടെ അവകാശത്തിനെതിരാണ്, ഓട്ടിസത്തിന്റെ ഇന്റർസെക്സിന്റെ അവകാശങ്ങൾക്കെതിരാണ്. ഇതാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഇങ്ങനെയുള്ള വളരെ ജെന്യൂൻ വലിയൊരു പിന്നെ എന്നിട്ട് ഇതിൽ വളരെ ജെന്യൂൻ ആയ ഇഷ്യൂസ് ആഡ് ചെയ്യാം. ഇതുപോലെ ഇന്റർസെക്സ് പോലെ, ബ്ലൈൻഡ് പോലെ, ഓട്ടിസം പോലെ ഉള്ളത് ആഡ് ചെയ്യാം. പക്ഷെ അത് പിന്നെ നേരത്തെ പിന്നെ മാഷ് പറഞ്ഞ മാതിരി തന്നെ ഈ LGBTQ കമ്മ്യൂണിറ്റിയിൽ തന്നെ കുറെ ടൈപ്പ് ആൾക്കാർ, ഐ മീൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ 2S LGBTQ, 2 സ്പിരിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. പിന്നെ LGBTQ വരെയുള്ളുണ്ട്, LGBTQI വരെയുള്ളുണ്ട്, LGBTQIA സെക്ഷലും, ഐ മീൻ പലതുണ്ട്. പലരോട് ചോദിച്ചാൽ ഇവർ പറയും ഇന്റർസെക്സിനെ അതിൽ കൂട്ടാൻ പറ്റില്ല, അത് ദാറ്റ്സ് എ ബയോളജിക്കൽ കണ്ടീഷൻ, അല്ലെങ്കിൽ അത് ആ ഒരു മെഡിക്കൽ ഒരു അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. അതൊരു ചോയ്സ് അല്ല ഒരിക്കലും ഒരാളെ. അപ്പം അങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇന്റർസെക്സ് എന്ന് പറയുന്നത് സ്കേപ്പ് ഗോഡ്സ് ആണെന്ന് തോന്നാറുണ്ട്. ബലിയാടുകളുമാതിരി ഈ പറയുന്ന ഈ ബാക്കിയുള്ള എന്താ പറയാ ഈ വിഷയങ്ങൾ, മെഡിക്കൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാര് ആവശ്യം കൂടി ലെജിറ്റിമൈസ് ആവും. അതാണ് സംഭവിക്കുന്നത്. എന്നുവെച്ചാൽ ഇന്റർസെക്സിന്റെ വിഷയം ഇപ്പൊ ഓൾറെഡി ഉള്ളതിൽ തന്നെ ഇന്റർസെക്സിന്റെ വിഷയം നമുക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. ബയോളജിക്കൽ കണ്ടീഷനാണ്. 2 ലിംഗത്തോടു കൂടി ജനിക്കുന്ന ആളുകൾ, അവർക്ക് സർജറിയോ എന്താണോ അതിന്റെ പരിഹാരം അതിലേക്ക് പോകണം. പറ്റൂല എന്നുണ്ടെങ്കിൽ അവർ ആ രൂപത്തിൽ തന്നെ ജീവിക്കാൻ ഏറ്റവും നല്ലൊരു കണ്ടീഷൻ ഉണ്ടാക്കി കൊടുക്കണം, ഇതിൽ സംശയമില്ല. ഇത് മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇതിന്റെ ബാക്കിലൂടെ ഈ ഹോമോസെക്ഷുവാലിറ്റിയും ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ ഒളിച്ചു കടത്തുകയാണ്. ഇനി ആ ഒളിച്ചു കടത്തുന്നതിന് മുമ്പിൽ വെക്കാനുള്ള സാധനങ്ങളായി ഇനി ബ്ലൈൻഡും ഓട്ടിസും ഒക്കെ വരും. അല്ലാതെ അത്ര ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് സ്വാഭാവികമായിട്ടും പറയാലോ. എന്താണ് അവരൊക്കെ മൈനോറിറ്റീസ് ആണ്. അപ്പോൾ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റികളുടെ മൊത്തത്തിലുള്ള ഒരു കൂട്ടമായി LGBTQI ഈ സാധനം മാറും. അപ്പൊ എന്ത് ചെയ്യുന്നു, അവരുടെ ജെന്യൂൻ ഇഷ്യൂസ് അവിടെ മുന്നിൽ വെക്കുമ്പോൾ നമുക്കാർക്കും ഒറ്റ നോട്ടത്തിൽ ഇതിന്റെ കൂടെ നിൽക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തീർന്നല്ലോ. അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാർ ഞാൻ ഇതിന്റെ കൂടെ ഉണ്ട്, ഇതിന്റെ കൂടെ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ആ ടെർമിനോളജി തന്നെ പൊളിറ്റിക്സ് ആണ്. LGBTQIA+ എന്നുള്ള ടെർമിനോളജി തന്നെ പൊളിറ്റിക്സ് ആണ്. കാരണം ആദ്യത്തെ 3 സെക്ഷുവാലിറ്റിയാണ്, 4മത്തത് ഐഡന്റിറ്റിയാണ്, ട്രാൻസ്ജെൻഡറിസം എന്ന് പറഞ്ഞ ഐഡന്റിറ്റിയാണ്. അസെക്ഷൽ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, സെക്ഷൽ ഓറിയന്റേഷൻ തന്നെ ആരോടും തോന്നാത്ത രൂപത്തിലുള്ള ആളുകളാണ്. അതേപോലെ ഇന്റർസെക്സ് ആണെങ്കിൽ ബയോളജിക്കൽ കണ്ടീഷനാണ്. ഇങ്ങനെ പലതാണ്. അപ്പൊ ഇതിൽ പലതിനെയും കൂടെ ഒരു കൊടക്ക് കീഴിൽ നിർത്താൻ ശ്രമിക്കുക, എന്നിട്ട് അതൊരു പൊളിറ്റിക്സ് ആയിട്ട് അവതരിപ്പിക്കുക. ഒറ്റ ചോദ്യമാണ്, ഇതിന്റെ കൂടെ ഉണ്ടോ ഇല്ല, യെസ് ഓർ നോ. അതിനപ്പുറത്തേക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ ശരിക്കും ഈ ടെർമിനോളജിനെ തന്നെ ചോദ്യം ചെയ്യാന്നുള്ളതാണ്. LGBT കൂടെ നിൽക്കുന്നുണ്ടോ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ യെസ് ഓർ നോ പറയാൻ ഒരുക്കല്ല ഞാൻ എന്നുള്ളതാണ് അതിന്റെ മറുപടി. അവിടെ ഓരോന്നിനെയും വ്യത്യസ്തമായതിനെ വ്യത്യസ്തമായി കാണണം.